ഐസ്ക്രീം തിന്നുന്ന സൂര്യൻ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കെ.പി. സജിത്ത് രചിച്ച ഐസ്ക്രീം തിന്നുന്ന സൂര്യൻ പ്രശസ്ത സാഹിത്യകാരൻ യു.കെ. കുമാരൻ ആചാര്യ എ.കെ.ബി. നായർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഒരു കഥ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ആകർഷകമായി എഴുതാൻ എഴുത്തുകാരന് ആകണമെന്ന് യു.കെ. കുമാരൻ പറഞ്ഞു. അത് റിയലിസ്റ്റിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ പല ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണ്. ഒരു കടപ്പുറത്ത് ഐസ്ക്രീം വിൽക്കുന്ന ഒരു അമ്മൂമ്മ. ആ അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ അമ്മൂമ്മ നമുക്കൊരു ദുർവ കഥാപാത്രമായി വളരെയേറെ സഹതാപമുണ്ടാക്കുന്ന കഥാപാത്രവും മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അമ്മൂമ്മയെ ആദ്യ കഥയിലൂടെ സജിത്ത് മാഷ് അവതരിപ്പിക്കുന്നു. അതുപോലെ പുതുമയുള്ള പേരും പ്രധാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രൊഫസർ വർഗീസ് മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പി.ആർ. നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു കാലത്ത് ചെറുകഥകളിൽ നിറഞ്ഞിരുന്ന സെന്റിമെന്റ്സ് ഇന്നത്തെ കഥകളിൽ വായനക്കാരിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്നും സ്വന്തം അമ്മയെ കൊന്നിട്ട് കരയാത്തവരുടെ നാട്ടിൽ സെന്റിമെന്റ്സ് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും അദ്ദേഹം ചോദിച്ചു. എങ്ങനെ എഴുത്ത് വിജയിപ്പിക്കണമെന്നതാണ് സാഹിത്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇന്ന് കഥകളിൽ ദാരിദ്ര്യമോ അവിഹിതമോ അന്യഗ്രഹത്തിൽ നിന്ന് കഥ എഴുതിയാലും പുതുമയില്ലാത്ത കാലമാണ്. അതുകൊണ്ട് കഥകളുടെ ടൈറ്റിലുകൾ ഭാവിയിൽ നിലനിൽക്കുന്നതാവണമെന്നും കെ.പി. സജിത്ത് അനുഗ്രഹീത എഴുത്തുകാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. പി. ഗംഗാധരൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു.